പോരുന്നു, നിൻ ചിരിയാൽ ഞാൻ ഉണർന്നു, നിന്നഴകാൽ ഞാൻ മയങ്ങി. നീലമല പൂങ്കുയിലേ നീ കൂടെ പോരുന്നു, നിൻ ചിരിയാൽ ഞാൻ ഉണർന്നു, നിന്നഴകാൽ ഞാൻ മയങ്ങി. കുടിക്കാനൊരു തേൻചോല, കുളിക്കാനൊരു പൂഞ്ചോല, കുടിക്കാനൊരു തേൻചോല, ഒരുക്കി നിന്നെ കൂട്ടാൻ വന്നു ഓണക്കുയിലേ. വന്നിടുക നീ നീലമല പൂങ്കുയിലേ നീ കൂടെ പോരുന്നു, നിൻ ചിരിയാൽ ഞാൻ ഉണർന്നു, നിന്നഴകാൽ ഞാൻ മയങ്ങി. നിനക്കിരിക്കാൻ ഇണക്കി വന്നു നീലക്കുയിലേ. വന്നിടുക നീ നീലമല പൂങ്കുയിലേ നീ കൂടെ പോരുന്നു, നിൻ ചിരിയാൽ ഞാൻ ഉണർന്നു, നിന്നഴകാൽ ഞാൻ മയങ്ങി. നീലമല പൂങ്കുയിലേ നീ കൂടെ പോരുന്നു, നിൻ ചിരിയാൽ ഞാൻ ഉണർന്നു, നിന്നഴകാൽ ഞാൻ മയങ്ങി. ഹന ചേച്ചി നമുക്ക് ചോദിക്കാം. ഓക്കെ ചേച്ചി, ഹനക്കുട്ടി, ഈ നീലമല പൂങ്കുയിലെ ആയതുകൊണ്ടാണോ ഈ ബ്ലൂ കളർ ഡ്രസ് ഇട്ടത്? ആണ്, അത് സുന്ദരിയായിട്ടുണ്ട്, നല്ല കളറ്, ബ്യൂട്ടിഫുൾ. പിന്നെ ഹന പാടിയത് നന്നായി പാടി, ക്യൂട്ട് വോയിസ് ആണ് ഹനയുടെ. മോളെ പാടിയതില് മിക്ക ഭാഗങ്ങളും നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേൾക്കാൻ. എന്നാലും ചില ഒരു ഇപ്പം പി ജയചന്ദ്രൻ സാർ പാടുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്, അതിനൊരു ഇമോഷൻ ഉണ്ട്. അത് ചില ഭാഗങ്ങളിൽ വരാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇത് മോളുടെ ഒരു പ്രായമൊക്കെ കണക്കിലെടുക്കുമ്പോൾ പിന്നെ ഒരു മെയിൽ സോങ് അല്ലേ, അപ്പം മോളുടെ ഒരു രീതി നോക്കുമ്പോൾ മോളുടെ ഒരു സ്റ്റൈലിൽ അത് പാടി, ക്യൂട്ടായിട്ട് പാടി. പിന്നെ ചില സ്ഥലത്ത് എനിക്ക് തോന്നിയത് കുറച്ചൊന്ന് ശ്രുതി കുറച്ചുകൂടെ ഒരു പെർഫെക്റ്റ് ആവാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടി ഇതിലുണ്ട്. അല്ലാതെ നല്ല രസമായിട്ട് നിന്ന് കോൺഫിഡൻസോട് കൂടി പാടി.
താങ്ക് യു ഓക്കെ, ഗോഡ് ബ്ലെസ് യു മോളെ. താങ്ക് യു ചേച്ചി. ചേച്ചി ഇവിടെ കൊറേ പേര് വന്നിട്ട് ഓരോരുത്തരെ അഭിനയിച്ചൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. അതെ, അപ്പൊ ഹനയും ഇങ്ങനെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ അറിഞ്ഞു. ആരെ അഭിനയിക്കും ഹന? അയ്യോ, MG സാറിനെ ആണോ ശരത് സാറിനെ ആണോ? അല്ല, ഞങ്ങൾ സെൽഫി എടുക്കാറുണ്ട്. ഞാൻ ഒരിക്കലും സെലിബ്രിറ്റീസിനെ അനുകരിക്കും. പക്ഷെ ഇതൊരു ചെറിയ സെലിബ്രിറ്റി ആണ്. ഓക്കെ, അതാരാ? കിരിയുടെ അറിയില്ലേ ചോദിച്ചാ? സോറി, കീർത്തിയെ കിരിന്നാണോ? മക്കളെ കീരിന്ന് വിളിക്കും, കുറച്ചും കൂടെ മ്യൂസിക്കലായിരിക്കും. അല്ല, അവള് കീരിന്ന് തന്നെ അല്ലേ പറഞ്ഞു? അതെ അതെ, കീരി എന്നാണോ പറഞ്ഞത്? അവര് വിളിക്കുന്ന പേര് പുറത്തേക്ക് വന്നതാ. കീരി ഒന്ന് കാണിക്കും മക്കളെ. സ്വപ്നം കാണുന്ന പാമ്പിന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ കീർത്തി സെൽഫി എടുക്കാം. ഇതെന്താ വല്ല കോച്ചിപ്പിടുത്തോ? ശരി, അടുത്ത ആള്. പിന്നെ അർച്ചന ചേച്ചി. അർച്ചന ചേച്ചി എങ്ങനെയാന്നറിയാവോ? ഒരു ദിവസം ഇവിടെ ഒരാള് വന്നായിരുന്നു ഒരു കാര്യം സംസാരിക്കാൻ. അന്ന് ഇങ്ങനെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ടായിരുന്നു. അപ്പോഴ് ഫ്രണ്ടിൽ അർച്ചന ചേച്ചി ഇരിക്കുന്നുണ്ടേ. ഞങ്ങൾ അവിടെ ഞങ്ങളുടെ ചിരി അടക്കി പിടിച്ച് വെക്കുമ്പോ അർച്ചന ചേച്ചി ഇങ്ങനെ തിരിഞ്ഞിട്ട് ഞങ്ങൾ നോക്കി. അല്ല, നമ്മളെയും കളിയാക്കുന്നുണ്ടോന്ന് എനിക്ക് ചെറിയൊരു സംശയം ഉണ്ട്. ഒരിക്കലും ഇല്ല. ഷാനിക്കാടൊക്കെ ഇന്നലെയും പറഞ്ഞു ഇത്രയും പ്രായമായിട്ട് യങ്ങായിട്ട് ഇരിക്കുന്നു. അല്ലല്ല, അത് ശരിയാ മോളെ, ശരിയാ. വെരി കറക്റ്റ്. കണ്ടാ പറയത്തില്ല ഇത്രയും പ്രായമായിട്ടും ഇത്രയും പ്രായമായിട്ട് യങ്ങായിട്ടിരിക്കുന്നു. അല്ല, അതല്ല, ഒരു വയസ്സിന്റെ എനിക്ക് എത്ര വയസ്സായിട്ട് നീ പറ? ഏകദേശം എത്രയായി കാണും? 42. അത്രയല്ല, 76. പക്ഷെ ഈ പറയുന്ന 40-ന് മേളിൽ ഉള്ളത് ഇക്കായിക്ക് തോന്നിക്കുന്നില്ല. അതാണ് അങ്ങനെ. മോളെ നീ പറയുന്നത് ആ വയസ്സിന്റെ ഒരു മെച്ചൂരിറ്റി കാണിക്കുന്നില്ലെന്നാണ്. അല്ല, അതല്ല, മെച്ചൂരിറ്റി ഇല്ല. അല്ല, മെച്ചൂരിറ്റി ഉണ്ട്. കാര്യങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യാനും അതൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ കാര്യം ഫേസ് ചെയ്യുന്ന ഒരുത്തനാണ് ഇതും പൊക്കി പിടിച്ചിരിക്കുന്നത്. അതെന്നെ ഭീഷണിപ്പെടുത്തിയതല്ലേ. അത് ശരി. അപ്പൊ എനിക്ക് എത്ര വയസ്സായി ശരിക്കും? 42 അതിലാണോ നിക്കണേ? കറക്റ്റ് ഒന്ന് ഗസ് ചെയ്യേ. ഹനക്ക് എങ്ങനെ? മോള് പറയുന്നത് 42 ആണ്, പക്ഷെ 40 തോന്നിപ്പിക്കുന്നില്ല എന്നാണോ? അതെ, 32 പോലെ ഇക്കായ കാണാൻ തോന്നിക്കില്ല. ചുള്ളനായിട്ടുണ്ടല്ലേ? ചുള്ളൻ പയ്യൻ, ഒരു പയ്യനായിട്ടാ തോന്നുന്നത്. നന്നായി മതി. ചുള്ളനെന്ന് പറഞ്ഞിട്ട് എന്നെ നോക്കി കുള്ളനെന്ന് പറഞ്ഞില്ല. ഇനി ശരത് സാറിന് എത്ര വയസ്സ് തോന്നിക്കും? ശരത് സാറിന് ഒരു പാവക്കുട്ടിയെ പോലെ ഇത്രയും ഒരു പാവക്കുട്ടിയെ കൊണ്ട് ആരെങ്കിലും കൊണ്ട് കളിപ്പിക്കുവോ? പേടിയാവത്തില്ലേ? ഇത് പാവക്കുട്ടിയല്ല, പാരക്കുട്ടിയാണ്. എല്ലാവർക്കും എത്ര വയസ്സ് തോന്നിക്കും? അല്ല, എന്നെ കാണുമ്പോ 51-2. 51-2. മോളെ ഈ മുഖത്തെ ഇമൾഷൻ ഒക്കെ ഒന്ന് എടുത്തു മാറ്റിയാലുണ്ടല്ലോ. പുട്ടി. പക്ഷെ സാറിന്റെ സ്വഭാവത്തിന്റെ പ്രായം വളരെ 16 അത് 16 അതിന് പ്രായം ഇല്ല. സാർ വെയിറ്റ് ചെയ്യുന്നു. സാറിന്റെ സാറിന് 56. 56. നമ്മളെ ഹനയുടെ ഇത് വെച്ചിട്ട് 54, എനിക്ക് 56. 2 വയസ്സ് വ്യത്യാസം. ഇനി നമ്മുടെ മഞ്ചേരി ചേച്ചിക്ക് 62. ഭയങ്കര രസം മാമിനെ കാണാൻ. പക്ഷെ പ്രായം മഞ്ചേരി ചേച്ചിയെ കാണാൻ ഒരു 41-40. പക്ഷെ 36-ന്റെ ലുക്ക്. എനിക്ക് 40 വയസ്സ്. 40 വയസ്സ്. ഓക്കെ, MG സാർ. ഹന സർ, എൻജോയ്. താങ്ക് യു സർ. രസമുണ്ടായിരുന്നു ഹനയുടെ സംസാരം കേൾക്കാനും ആ കുട്ടിത്തം നിറഞ്ഞ ശബ്ദം, അതിലൂടെയുള്ള പാട്ടും ഒക്കെ നന്നായിരുന്നു. പാട്ടിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. മോള് ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശ്രുതി. അത് പല സ്ഥലങ്ങളിലും കുറച്ച് എൻഡിങ് അത് അശ്രദ്ധ കാരണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ശബ്ദം, നന്നായിട്ട് പാടി, നല്ല സെലക്ഷൻ. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ.
അനെ ഓ സർ, നന്നായിട്ട് പാടി അനെ. താങ്ക് യു സർ. നല്ല രസമുള്ള ഒരു പാട്ട്. പ്രധാനമായിട്ട് ഇപ്പം അണ്ണാച്ചി പറഞ്ഞ പോലെ ശ്രുതിയായിരുന്നു നിനക്കുന്നൊരു ഒരു വില്ലൻ. കാര്യം പ്രത്യേകിച്ച് ഈ മയങ്ങി, കൊട്ടാരം, പിന്നെ അത് കഴിഞ്ഞ് വരുന്ന 2 വരികളൊക്കെ ഇങ്ങനെ ചേരായിക്കുണ്ട്. നമ്മളൊന്ന് നോക്കണം കേട്ടോ. എന്നൊരു ശരീരമൊക്കെ ഓക്കെ ആണോ? എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ല. പിന്നെ എനിക്കാണ് പ്രശ്നം. ശരി, എന്തെങ്കിലും ആയിക്കോട്ടെ മോളെ. എനിക്ക് ആടാനും പാടാനും പൊന്നൂഞ്ഞൽ അതൊന്ന് പാടാമോ? അതൊന്ന് കൃത്യമായിട്ട് മുകളിൽ ഹിറ്റ് ചെയ്തൊന്ന് പാടാമോ? അത് മാത്രം. മോളെ ഇപ്പോഴും ശ്രുതി അവിടെ ഇവിടെ ഇങ്ങനെ ഇറങ്ങി കിടക്കുന്നുണ്ട്. ഒന്ന് ശരിയായിക്കോണം കുറച്ച് കേട്ടോ. അത്രേ ഉള്ളു, വേറൊന്നും പറയാനില്ല. ഇതൊക്കെയാലും നല്ല രസമുള്ള ഒരു പാട്ട്, രാഘവ മാഷിന്റെ നല്ല സുഖമുള്ള ഒരു പാട്ട്. മോള് നന്നായിട്ട് തന്നെ പാടി. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കാം മോളെ, ശ്രുതി മാത്രം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഷാനിക്ക. നൂഡിൽസേ, സർ, എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഇപ്പം ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ശ്രുതിയുടെ പ്രശ്നങ്ങളുണ്ട്, കുറച്ച് അവിടെയുള്ള ചളുക്കുകൾ ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഹനയുടെ വോയിസിനുള്ള ഒരു ചാം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ഒരു ചാം, ഒരു പ്ലസന്റ്നെസ് ഉണ്ട്. അതാണ് ആക്ച്വലി ഈ സോങ്ങിനെ തുടക്കം തൊട്ട് അവസാനം വരെ ഇങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുവന്നത്. കാരണം അത് പ്രസന്റ് ചെയ്യുന്ന രീതി ഭയങ്കര രസമാണ് ഹന. അപ്പോൾ ഏത് പാട്ടാണെങ്കിലും ഹന പ്രസന്റ് ചെയ്യുന്നത് ഭയങ്കര രസമാണ് കാണാൻ. ഹന സോങ് സെലക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഹനയുടെ കാര്യത്തിൽ. ആ വോയിസിന് കൃത്യമായിട്ടുള്ള ഒരു സോങ് സെലക്ഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യത്തിൽ. ഇനി സ്മാർട്ടായിട്ട് ചൂസ് ചെയ്യാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് വയ്ക്കാം. MG സർ 8.9. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ 8.9. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി. ഹനയുടെ മാർക്സ് ഇതാ. താങ്ക് യു മാം. ഓക്കെ, സോ ടോട്ടൽ 17.8. താങ്ക് യു. ഓക്കേടാ, ബൈ.